ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നും പുതിയൊരു വെറൈറ്റി ബോഗൺവില്ല ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ വെറൈറ്റി അല്ല, എന്നാൽ നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തിമയാണ് കേട്ടോ നമ്മുടെ താരം. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാ കൂട്ടുകാരുടെയും ഭാഗങ്ങളിലൊക്കെ ചൂടൊക്കെ എങ്ങനെയുണ്ട്? അത്യാവശ്യം നല്ല ചൂട് തന്നെയാണല്ലോ എല്ലായിടത്തും നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ എല്ലാ നാടുകളിൽ വെള്ളത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞ രീതിയിൽ മാത്രം മതിയായിട്ടുള്ള ഒരു ചെടിയാണിത്, ബോഗൺവില്ല എന്ന് പറയുന്നത്. അപ്പോൾ നിറയെ പൂക്കളും തരും നമുക്ക്. അപ്പോൾ ചെടികൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിനകത്ത് ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. മറ്റ് ബോഗൺവില്ലാസിനെ അപേക്ഷിച്ചിട്ട് നമ്മുടെ തിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ലീഫിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. ലീഫ് വെരിഗേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് വേനൽക്കാലത്ത് നിറയെ പൂ തരുമെങ്കിലും മഴക്കാലം വരുമ്പോൾ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകും. എന്നാലും നമ്മുടെ ഗാർഡനെ ഇതിൻ്റെ ഇലകൾ കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ട് നിർത്താൻ നമ്മുടെ ഈ തിമ എന്ന സുന്ദരി ബോഗൺവില്ലയ്ക്ക് കഴിവുണ്ട്. കാരണം അത്രയും മനോഹരമാണ്. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഇലയല്ല, നല്ലൊരു മഞ്ഞയും പച്ചയും കലർന്ന കോമ്പിനേഷനിലാണ് ഇതിൻ്റെ ഇല വരുന്നത്. അപ്പോൾ പൂവില്ലെങ്കിലും മഴക്കാലം നമ്മൾ അടുത്ത വേനൽക്കാലം വരുന്നത് വരെ ചെടി ഇലകൾ കൊണ്ട് നമ്മുടെ ഗാർഡനെ വളരെ മനോഹരമാക്കി തീർക്കും. അപ്പോൾ ഇത് നമ്മുടെ 7 ഇഞ്ച് പോട്ടിൽ വരുന്ന ചെടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എന്താണ് ഈ 7, 8 എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് കേട്ടോ. 7 ചെടിയാണോ 8 ചെടിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയല്ല, അത് 7ൻ്റെ മീതെ നമ്മൾ ഡബിൾ ഡോട്ട് കൊടുക്കുന്നത് സൈസാണ്. അതായത് 7 ഇഞ്ച് പോട്ട്, 8ൻ്റെ മീതെ ഡബിൾ ഡോട്ട് കൊടുക്കുമ്പോൾ അത് 8 ഇഞ്ച് പോട്ട്. അങ്ങനെയാണ് 7 ഇഞ്ച് 8 ഇഞ്ച് സൈസിൽ വരുന്ന ചെടികളാണ്. അതിൽ താഴേക്കുള്ള ബോഗൺവില്ലാസിൻ്റെ കളക്ഷനൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല കേട്ടോ. ഈ മഞ്ഞയും പച്ചയും കലർന്ന ഇലകളുടെ ഇടയിൽ ഇതേപോലെ നല്ല പിങ്ക് പൂക്കൾ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ബോഗൺവില്ലാസിൻ്റെ വീഡിയോസ് ഇടുമ്പോൾ പറയാതിരിക്കാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ്, നമ്മൾ ആരുടെ കയ്യിൽ നിന്നും ഏത് ചെടി മേടിച്ചാലും അത് റീപോർട്ട് ചെയ്യുമ്പോൾ യാതൊരു പോട്ടിംഗ് മിക്സും ചേർക്കാതെ വെറുതെ മണ്ണിനകത്ത് വെച്ച് പിടിപ്പിക്കാം. ഇത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരിലേക്കും കൂടി എത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ബോഗൺവില്ല അത്യാവശ്യം നല്ല റേറ്റിലുള്ള ചെടിയാണ്. അപ്പോൾ ആ ചെടികൾ നിങ്ങൾ മേടിച്ച് കൊണ്ടുപോയിട്ട് ചാണകപ്പൊടി ഇട്ടു, എല്ലുപൊടി ഇട്ടു എന്നൊന്നും പറഞ്ഞിട്ട് ചെടി നാശമായി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്തേക്ക് വരാൻ പാടില്ല എന്നതുകൊണ്ട് മാത്രമാണ് കേട്ടോ പറയുന്നത്. പൈസ നമ്മുടെ ആരുടേതാണെങ്കിലും പൈസയ്ക്ക് മൂല്യമുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുക്കുന്ന പൈസയാണ്. അപ്പോൾ ആ പൈസകൾ നാശമായി പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതലായിട്ടാണ് നമ്മൾ പറയുന്നത്. പോട്ടിംഗ് മിക്സുകളൊന്നും ചേർക്കാതെ നമ്മുടെ മണ്ണിനകത്ത് മാത്രം ചെടി നട്ടുപിടിപ്പിക്കുക. 2 നേരം നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക, ചെടി പിടിച്ച് സെറ്റായി വരുന്നതുവരെ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി റീപോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പോട്ടിംഗ് മിക്സൊക്കെ ചേർത്ത് റീപോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെടി പിടിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം റീപോർട്ട് ചെയ്യുക. പിന്നെ പൂക്കൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് നമ്മൾ ഇത്തിരി ഫാക്ടം ഫോസ് മണ്ണിനടിയിലിട്ട് കൊടുക്കുക. എക്സോഡസ് പോലെയുള്ള അതൊക്കെ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിലും ഇതേപോലെ നല്ല രീതിയിലുള്ളൊരു ബോഗൺവില്ലയുടെ തോട്ടം ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നമുക്ക് ഒരുപാട് എൻക്വയറീസ് ബോഗൺവില്ലയ്ക്ക് വരാറുണ്ട്, ഇതിലും ചെറിയ ചെടികൾ കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു മറുപടി തന്നെയാണ് കേട്ടോ നമ്മുടെ വീഡിയോയിലും പറയുന്നത്. അത്യാവശ്യം നല്ല വലിയ ചെടികളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരെണ്ണം മേടിക്കാനേ പൈസയുള്ളൂ എന്ന് വെച്ചാൽ ഒരെണ്ണം മേടിച്ച് വയ്ക്കാം. നമ്മുടെ ഈ സുന്ദരിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.